ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു ഔഷധം ആയിക്കോട്ടെന്നുണ്ട്. എന്തും പലഹാരങ്ങളും കറിയും മറ്റു കാര്യങ്ങളല്ലേ, എന്തൊരു നല്ല ഔഷധം. അതുപോലെ കർക്കിടക മാസമല്ലേ, തീർച്ചയായിട്ടും നല്ല ഒരു അടിപൊളി ഒരു ഔഷധം തന്നെ നമ്മളിന്ന് ചെയ്യുന്നതാണ്. ഉലുവാലേഹ്യമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരു പ്രായമൊക്കെ കഴിയുമ്പം ശരീരത്തിൻ്റെ ഒരു ഔഷധയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നടുവേദന, പുറം വേദന, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ മിക്കപ്പോഴും ഉണ്ടാകും. അപ്പം എന്തുകൊണ്ടും ഞാൻ നോക്കി മരുന്ന് മാത്രമല്ല, ഇതേപോലുള്ള ഒരു അല്പം ലേഹ്യം കൂടെ ഉണ്ടാക്കിയാൽ നമുക്ക് ചിലപ്പം ഒരു കുറവ് കിട്ടും. നടുവേദനയ്ക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് ഈ ഉലുവാലേഹ്യം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഉലുവാലേഹ്യത്തിന് ആദ്യം ഉലുവ തന്നെയാണ് വേണ്ടത്. സാധാരണ നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്ന ഉലുവ തന്നെ. അത് വെള്ളത്തിൻ്റെ അകത്തിട്ട് കുതിരണം. നല്ലപോലെ കുതിർന്നതിന് ശേഷം വേണം നമുക്കത് എടുക്കാനിട്ട്. ഇതൊരു 150 ഗ്രാം അളവിനാണ് ഞാൻ വെള്ളത്തിൻ്റെ അകത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലേഹ്യത്തിന് കൂടുതലും ചക്കരയാണ് ചേർക്കുന്നത്, അതായത് കരിപ്പെട്ടി. ഇതാണ്, ഇതൊരു 500 ഗ്രാം അളവിൻ്റെ ഒരു കരിപ്പെട്ടിയാണ്. ഇനി തേങ്ങാപ്പാൽ തന്നെ വേണം. ഇത് 2ാം പാല്, 1/2 കപ്പ് 1ാം പാൽ, കുറച്ച് കുരുമുളക്, ചെറിയ ജീരകം, ഉപ്പുപൊടി, ലേശം മഞ്ഞൾപ്പൊടി, നല്ല നെയ്യ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആ ഉലുവ ലേഹ്യത്തിന് ആവശ്യമായത്. ഇനി സമയം കളയാതെ നമുക്കതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഉലുവ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ വേണം ഇത് കുതിർത്തി എടുക്കാനായിട്ട്. ഇനി ഇത് ആ ഉലുവയും ആ വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം പോരാഴിക്കുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ അകത്ത് ഉലുവ ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉലുവയ്ക്കകത്തോട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പുപൊടിയും കൂടെ ചേർക്കുകയാണ്. ഉപ്പുപൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഒരുപാട് വേണ്ട, ഒരു നുള്ള്. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. ഒരു 4 വിസിലെങ്കിലും ഒന്നടിക്കട്ടെ. ഒരു 4 വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാനിതങ്ങ് നിർത്തുകയാണ്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ ഈ ഉലുവ നല്ലപോലെ കുതിരണം കേട്ടോ. വെള്ളത്തിട്ട് കുതിർന്നതിന് ശേഷം വേണം കുക്കറിനകത്ത് ഇടാനായിട്ട്. നല്ലപോലെ കുതിർന്നില്ല, വേഗം താമസമുണ്ടോ, അപ്പോൾ വിസിലിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഈ ചക്കരയൊന്ന് പൊട്ടിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ചക്കരയല്ല നമ്മൾ പൊട്ടിച്ചു. ചക്കര കിട്ടുകയാണെങ്കിൽ ചക്കരയാണ് ഏറ്റവും നല്ലത്. അതില്ലെന്നുണ്ടെങ്കിൽ ശർക്കരയായാലും മതി. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അതൊന്ന് ഉരുക്കിയെടുക്കണം. കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതേപോലെ ആ ചക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ചക്കര ഒന്ന് ഉരുകട്ടെ. നമുക്ക് ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി പ്രഷർ പോയതിന് ശേഷം ഇതൊന്ന് തുറക്കുകയാണ്. നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ ശകലം എടുത്ത് നോക്കണം. ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉലുവ ചൂടായിരിക്കല്ലേ, ഇതൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചക്കരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ കട്ടയൊക്കെ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് നിർത്താം. ഇത് ഈ പദം ഇപ്പം അങ്ങ് മാറും. ചക്കരയെല്ലാം നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ചക്കരയെല്ലാം ഉരുകി ഉടരിപ്പുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ ഉലുവ ഒരു ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അല്പം വെള്ളമുണ്ട്, കുഴപ്പമില്ല. ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വെള്ളമുണ്ട്. അതായത് ഉലുവയ്ക്കകത്ത വെള്ളം ഇതിൻ്റെ അകത്തുണ്ട്. ആ വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുത്തോണ്ട് വരണം. നല്ല വെള്ളം അരയ്ക്കണം. ഇപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇത് നല്ല കുഴമ്പ് പോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതങ്ങ് അരച്ചെടുക്കും. അപ്പം നമ്മൾ ഈ ഉരുളിക്കകത്താണ് റെഡിയാക്കുന്നത്. ഓട്ടുരുളി ഉണ്ടെങ്കിൽ ഓട്ടുരുളി എടുക്കാം കേട്ടോ. നമ്മുടെ ഇറ്റാലിയത്തിൻ്റെ ഉള്ളൂ. ഈ ഉരുളിക്കകത്തായാലും നമ്മൾ റെഡിയാക്കി എടുക്കുക എന്നുള്ളൂ. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അല്പം നെയ്യോടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 5 ടീസ്പൂൺ അളവിൽ നെയ്യോടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് കത്തിക്കട്ടെ.
ആ നെയ്യുടെ ഒഴിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യുകയാണ് ഇതെല്ലാം കൂടെ. ഇനി നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കരപ്പാനി അത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. 1/2 കിലോ ഉണ്ട്, 1/2 കിലോ മൊത്തം നമ്മൾ ഒഴിക്കുകയാണ്. തീ കുറച്ച് വെക്കട്ടെ. നമ്മളൊരു വലിയ തേങ്ങാപ്പാലാണ് പിഴിഞ്ഞിരിക്കുന്നത്. അതായത് നല്ല പച്ച തേങ്ങയുടെ അല്ലേ? പച്ച തേങ്ങയുടെ പാല് വേണം. രണ്ടാം പാലല്ലേ? രണ്ടാം പാല്. ഒരല്പം വെള്ളം ഒഴിച്ച് ആ രണ്ടാം പാല് നമ്മൾ പിഴിച്ചെടുത്തിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഈ പ്രസവിച്ചൊക്കെ കിടക്കുന്നില്ലേ, അവർക്ക് ഈ ഉലുവാലേഖ്യം ഉണ്ടാക്കി കൊടുത്താൽ നടുവേദനയ്ക്ക് ഇതെല്ലാം ഈ മറ്റേ ലേഹ്യത്തിൻ്റെ കൂടെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കും. ഈ ഉലുവാലേഖ്യം നല്ല, ഞാൻ പണ്ട് കെട്ടിച്ചിട്ട് വരുന്നപ്പോൾ ഇല്ലേ സിച്ചാടെ അമ്മ, ഞങ്ങളുടെ ഇവിടുത്തെ അമ്മച്ചിയുടെ അമ്മ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഈ ലേഖ്യം ഉലുവാലേഖ്യം ഉണ്ടാക്കി ഞങ്ങൾക്കൊക്കെ കൊടുത്തരും ഒരു പാത്രം. അങ്ങനെ ആ ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ അത്ര എല്ലാവർക്കും കൊടുക്കുന്ന ഒരു നല്ല ശരീരപുഷ്ടിക്കും നടുവേദനയ്ക്കും ഏറ്റവും നല്ലൊരു സാധനമാണ് ഉലുവാലേഖ്യം. അപ്പോൾ ഇതൊക്കെ മെനക്കെട്ടിരുന്ന് ഉണ്ടാക്കാൻ ആളില്ല പല വീടുകളിലും അല്ലേ? അതുകൊണ്ട് നമ്മൾ ആയുർവേദ അങ്ങനത്തെ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്നത് അത് മെനക്കെട്ട്. പക്ഷേ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ ഇപ്പം ആർക്കും അറിയത്തില്ല, സമയമില്ല. ഇല്ല, മരുന്ന് കട കിട്ടുമല്ലോ, എല്ലാ സാധനവും ഇപ്പം മരുന്ന് കട കിട്ടുമല്ലോ. ഇത് നല്ലപോലെ ഇളക്കി എല്ലാ വർഷവും നല്ലപോലെ ഇളക്കി കൊടുത്ത് അതുപോലെ തന്നെ അടുക്കി പിടിക്കാതെ ഒരു ശകലം പോലും അത് അടുക്കി പിടിക്കില്ല. അടുക്കി പിടിച്ചാൽ നമുക്ക് ആ പറഞ്ഞ ഗുണം അത് കിട്ടത്തില്ല. അപ്പോൾ അത് അത്രയേറെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി തന്നെ ചെയ്യണം. എന്നാലേ ആ ഉലുവാലേഖ്യം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണത എത്തത്തില്ല. ഉലുവ എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്കറിയാമല്ലോ ഒരു ചെറിയ കയ്പുള്ള സാധനമാണ് അല്ലേ? ആ കയ്പ് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സത്യം. പിന്നെ വേറെ കാര്യമുണ്ട്, ചക്കര ചേർക്കുന്നതുകൊണ്ട് പിന്നെ ആ കയ്പ് അറിയാതിരിക്കാനുള്ള രീതിയിൽ അതുകൊണ്ടാണ് ചക്കര ചേർക്കുന്നത്. ആ രണ്ടാം പാലൊക്കെ ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ അത് കുറുകി പറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ഒന്നാം പാലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്, നല്ല കട്ടിക്കുള്ളത്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ ഇത് അടുക്കി പിടിക്കാതെ ശ്രദ്ധിച്ച് തന്നെ ഇത് ചെയ്യുക. പിന്നെ വേറെ ഇതിൻ്റെ അകത്ത് വെള്ളമായൊക്കെ അത് മാറി വെള്ളം ഇതിൻ്റെ അകത്ത് ഒരല്പം പോലും ഈർപ്പമായി കാണില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് അഴുക്കാവും. അതുകൊണ്ട് ഈർപ്പമായി ഇല്ലാതെ തന്നെ വേണം ഇത് ഇതിൻ്റെ അകത്ത് തന്നെ വറ്റിച്ചെടുക്കണം. ഇത് ഒട്ടുന്നില്ല. ഇതേപോലെ കണ്ടോ പതുക്കെ ഇങ്ങനെ വരുന്നുണ്ടോ? ഈ ഒരു പരുവത്തിലാണ് അത് നമുക്ക് എടുക്കണ്ട. കണ്ടോ പതുക്കെ അടുത്ത് വരുന്നുണ്ട്. ഇതേപോലെയാണ് വെള്ളം ഇല്ലാതെ. ഇപ്പം ആ തേങ്ങാപ്പാലിനകത്ത എണ്ണമയവും നമ്മൾ ചേർത്ത് നെയ്യില്ലേ അതിൻ്റെയാണ് ഈ കിടക്കുന്നത്. ഈർപ്പമയൊക്കെ ഒന്ന് മാറിയത് നമുക്കറിയാമല്ലോ. ലേഖ്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറുകിയല്ലേ ഇരിക്കുന്നത്, ഇതേപോലെ. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ പോരെ. ഇപ്പം നമ്മുടെ ലേഖ്യം റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പം ഒന്നുകൂടെ അങ്ങ് സെറ്റായിരിക്കും. അപ്പോൾ ഇത് നിർത്താം അല്ലേ? അപ്പം ഇനി ഉലുവ ലേഖ്യം കഴിക്കാം. ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ടീസ്പൂണിന് രാവിലെയും വൈകിട്ടും കഴിച്ചാൽ മതി. അപ്പോൾ ഇത് തണുക്കട്ടെ. തണുത്തിട്ട് വേണം ഒരു ചില്ലുകുപ്പിക്കകത്തോട്ട് വെച്ച് നമുക്കത് മൂടി വേണം. അപ്പോൾ നമ്മൾ ഉലുവാലയൊക്കെ തണുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം വേണം നമുക്കത് മാറ്റാനായിട്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ സിച്ചയുടെ അമ്മച്ചി ഒക്കെ അമ്മച്ചിയുടെ അമ്മായി ഒക്കെ ഇതുപോലെ ഉലുവാലേഖ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പ്രസവിച്ച് കിടന്നപ്പോൾ ഒക്കെ. അപ്പോൾ ആ ഒരു രീതി വെച്ചാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഒരുപാട് വലിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട് ലേഖ്യം ഉണ്ടാക്കുന്നത് അല്ലേ, നമുക്കറിയാമല്ലോ. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് അതായത് ഒറ്റപ്പെട്ട ഓരോരുത്തർ മാറി മാറി താമസിക്കുന്ന ഒരു സമ്പ്രദായമാണല്ലോ ഇപ്പോൾ എല്ലാവരും. അപ്പോൾ അവർക്കൊക്കെ ഒരു പക്ഷേ ഇതുപോലെ ഉലുവാലേഖ്യം വല്ലതും ഉണ്ടാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഒരു ചില്ല് ഉപ്പ് എടുക്കുക, അതിനകത്തോട്ട് വെള്ളം ഈർപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. എന്നിട്ട് ഇത് ഇങ്ങനെ കുപ്പിക്കകത്തോട്ട് നിറച്ചിട്ട് അമ്മമാരൊക്കെ പല വീടുകളിലും ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊക്കെ അറിയാം ഇതേപോലെയുള്ള ഇത് മാത്രമല്ല ഉള്ളി കൊണ്ടുള്ള ലേഹ്യം ഉണ്ട്. അങ്ങനെ പല രീതിയിൽ പല സാധനങ്ങൾ ലേഹ്യം ഉണ്ടാക്കാനൊക്കെ പഴയ അമ്മമാർക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെ കാലത്ത് തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് എൻ്റെ കാലത്തുള്ള ആൾക്കാരുടെ കാര്യം കൂടെ ഞാൻ പറയുന്നത്. തെങ്ങിൻ പൂക്കുലാതി രസായനം ഇതൊക്കെ എല്ലാം ഇപ്പം മരുന്ന് കട എല്ലായിടത്തും കിട്ടുമല്ലോ. അതൊക്കെ എടുത്തുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ആർക്കും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് എല്ലാവരും
കടകളിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കും. ശരി, ഞാൻ നേരത്തെ ഞാനൊന്ന് നോക്കട്ടെ. എന്നാ കുറച്ച് ഇച്ചിരി കയ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒത്തിരി കൈ പറയുന്നില്ല കേട്ടോ. നമ്മൾ ചക്കര നല്ലപോലെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി വേണം അല്ല കേട്ടോ. ഇത് വലിയ ലേഖയോ വലിയ കയ്പൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇല്ലേ, നല്ല രുചികരമായിട്ടുള്ള തിന്നാം. കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അല്പം മധുരം ചക്ക ഇത് നമ്മൾ കൂടുതൽ ചേർത്തെന്ന് പറഞ്ഞാലും ഇതിനൊരു കയ്പുണ്ട്. ആ കയ്പിൻ്റെ ഒരു കുറയ്ക്കാൻ വേണ്ടിയാണ് ആ ചക്കര ചേർത്ത്. അപ്പോൾ ഇതേപോലെ കുപ്പിക്കകത്താക്കിയിട്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് എടുക്കാം, ഉപയോഗിക്കാം. 2 നേരം വെച്ച് കഴിച്ച് നോക്കിക്കും. നല്ല മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നടുവേദന, പുറം വേദന, കഴുത്ത് വേദന, മോക്കും എല്ലാം ഭയങ്കര നടുവേദന. അപ്പോൾ ഇത് കൊടുക്കാം. അതേപോലെ തന്നെ നല്ല ഒരു ഇത് കിട്ടും, ബലമൊക്കെ കിട്ടും. ഇത് രാവിലെ പോയിട്ട് ഓരോ ടീസ്പൂൺ വെച്ച് കണ്ടിന്യൂ ആയിട്ട് കഴിവതും 1 മാസമെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.